ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേൾഡ് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കർക്കിടകമായിട്ട് ഇന്നാണ് കേട്ടോ ഞാനും ചേട്ടനും ബലിയിടാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ രാവിലത്തെ കുറേ വിശേഷമാണ് കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത്. ഇത് തിരുവുംപ്ലാവിൽ ക്ഷേത്രം എന്ന് പറയും. മൂവാറ്റുപുഴ തൊടുപുഴയ്ക്ക് പോണ റൂട്ടിലാണ് കേട്ടോ ഈ ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടക്കുള്ള നന്ദികേശ്വരൻ്റെ പ്രതിമയാണ് കേട്ടോ കൂട്ടുകാരെ ഇത്. അപ്പോൾ ഞങ്ങൾ ബലിയിടലെല്ലാം കഴിഞ്ഞു. ഞാനും ചേട്ടനും ഒരുമിച്ചാണ് ബലിയിട്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ചിരാതെല്ലാം തെളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചിരാത് തെളിച്ചു. അത് കഴിഞ്ഞ് ഇതാ ചേട്ടൻ ചിരാത് തെളിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് കുളമ്പിന്ന് തന്നെ തീർത്ഥം സേവിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ബലിയിടലെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ അമ്പലത്തിൽ കയറി തൊഴുകാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ തീർത്ഥക്കുളം. ഇത് അമ്പലത്തിൻ്റെ അകത്തുള്ള കണ്ട ശങ്കരോദ്യാനമാണത്. അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പുഷ്പങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നട്ടുപരിപാലിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പ്രാർത്ഥിച്ച് നമസ്കാരത്തിനൊക്കെ കൊടുത്തു കേട്ടോ. അപ്പം അങ്ങനെ ഇതാ നാഗേശ്വരമ്മയുടെ അടുത്ത് വന്ന് നമ്മൾ മോൻ്റെ പേരിൽ പുള്ളൂർപ്പാട്ട് പാടിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ കൂട്ടുകാരെ, ഇതാണ് കേട്ടോ നക്ഷത്രവനം. അതായത് നമ്മുടെയൊക്കെ നക്ഷത്രത്തിൽ ഓരോരുത്തരുടെ നാളിൻ്റെ ഇതിൽ വന്ന വൃക്ഷങ്ങളൊക്കെ ഇവിടെ നട്ടു പരിപാലിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ചതയത്തിന് കടമ്പ് വൃക്ഷം, അതുപോലെ പൂരാടത്തിന് വഞ്ചി, പിന്നെ എൻ്റെ കാർത്തികയാണ് കേട്ടോ, അതിന് അത്തി വൃക്ഷമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നട്ട് നല്ല ഇതാണ് കേട്ടോ. ഇവിടെ ഇതേക്കണ്ടോ നക്ഷത്രവനം. അപ്പം നമ്മൾ ഓരോരുത്തർ ചെല്ലുമ്പോൾ അവരവരുടെ നാളിലുള്ള വൃക്ഷത്തിൽ നമ്മൾ ഈ തീർത്ഥക്കുളത്തിൽ നിന്ന് ജലം എടുത്ത് ഒഴിക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ചെയ്താൽ നമുക്ക് നല്ലൊരു ഇതാണ്, ഫലമാണെന്നാണല്ലോ പറയണത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ തീർത്ഥക്കുളം. അപ്പോൾ അത് കഴിഞ്ഞ് തൊഴുകലെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് പ്രഭാത ഭക്ഷണം കിട്ടി കേട്ടോ. ഉപ്പാവും പപ്പടമായിരുന്നു. അപ്പോൾ ഞങ്ങളത് കൂട്ടി ഞാനും ചേട്ടനും ഇതാ കഴിക്കുകയാണ്. ഞങ്ങൾ മോന് ഞാൻ ചപ്പാത്തി വെണ്ടയ്ക്ക സബ്ജിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. കാരണം 9:30 ആയി ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ തന്നെ. കാരണം കാലത്ത് 1-2 ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു ചേട്ടന്. അപ്പോൾ അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം, രാവിലത്തെ വിശേഷം. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ കൂട്ടുകാർ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കൂട്ടുകാരെ ഇഷ്ടമാവുകയാണെങ്കിൽ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ കൂട്ടുകാർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.